മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ മലയാളിയായ കോളേജ് ചെയർമാൻ തമിഴ്നാട് തെങ്കാശിയിൽ അറസ്റ്റിലായി. കൊല്ലം പുനലൂർ നരിക്കൽ സ്വദേശിയും വർഗീസ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹിയുമായ ബിനുവാണ് പിടിയിലായത്. ചെങ്കോട്ടയിലെ പൻപൊഴിക്കടുത്ത് തേൻപൊത്തെ ഗ്രാമത്തിൽ പൂലാങ്കുടിയിരിപ്പ് റോഡിലെ സെയിന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനാണ് പിടിയിലായ ബിനു. കോളേജിൽ പഠിക്കുന്ന കൊല്ലം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ ചെയർമാൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിനിയുടെ അമ്മ തെങ്കാശി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തെങ്കാശി ഓൾ വിമൻസ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിനുവിനെ ബുധനാഴ്ച തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെങ്കാശിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട കോളേജ് ചെയർമാനെ തെങ്കാശി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കി. ബലപ്രയോഗത്തിലൂടെ അപമാനിക്കൽ, ലൈംഗിക പീഡനം, നിരന്തരം ശല്യപ്പെടുത്തൽ, മയക്കുമരുന്ന് നൽകി ഉപദ്രവിക്കൽ, ഭീഷണിപ്പെടുത്തൽ, രേഖയും സ്വത്തും കൈക്കലാക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. 2017 ആരംഭിച്ച ബിനുവിന്റെ സ്ഥാപനത്തിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെ വിവിധ കോഴ്സുകളിലായി 800-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ചെന്നൈ MGR സർവകലാശാലയുടെയും അഴകപ്പ സർവകലാശാലയുടെയും അനുമതിയോടെയാണ് കോഴ്സുകൾ നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കോളേജിൽ നിന്നാണ് ഗുരുതരമായ സംഭവം പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.